ഒരു 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 കോഴിക്കുഞ്ഞ്, ആ ഒരു കോഴിക്കുഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അതിന്റെയും അമ്മ ചിലപ്പോ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. അത് പക്ഷേ അമ്മ നഷ്ടപ്പെട്ടാലും അതിന് ജീവിച്ചേ തീരൂ. ഇനി ആരുമില്ലെങ്കിലും അതിന് കൊത്തിപ്പെറുക്കി തന്നാൽ കഴിയുന്ന രീതിയിൽ അത് കൊത്തിപ്പെറുക്കി എങ്ങനെയെങ്കിലും തന്റെ ജീവിതം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇവിടെയൊക്കെ ഈ സ്കൂളിന്റെ തൊട്ടപ്പുറത്തൊക്കെ ഒരുപാട് വീടുകളുണ്ടായിരുന്നു. ആ വീടുകളിലുള്ള പുതപ്പും അവശിഷ്ടങ്ങളും വാഹനങ്ങളും ഒക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ആ ഒരു കോഴിക്കുഞ്ഞ് ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. അതിനും ജീവിക്കണം. അതും ഈ ഭൂമിയുടെ അവകാശിയാണ്. അതും സ്വയം ജീവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ രക്ഷാപ്രവർത്തകരൊക്കെ ഇവിടെയുണ്ട്. അവരൊക്കെ ഇതൊക്കെ കണ്ടിങ്ങനെ തരിച്ചു നിൽക്കുകയാണ്. നേരത്തെ ഷംന സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഈ ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമല്ല, രക്ഷാപ്രവർത്തകർക്കും പലപ്പോഴും കണ്ണു നിറയുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. കാരണം ഇതൊക്കെ കണ്ണു നിറഞ്ഞുകൊണ്ടല്ലാതെ ആർക്കും കണ്ടിരിക്കാനാവില്ല. ഒരു ബൈക്ക് കിടക്കുന്ന നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ആരുടെയോ ജീവിതവും സ്വപ്നവും ഒക്കെ ആയിരുന്നു അത്. അദ്ദേഹം ഇവിടെ ഇനിയിപ്പോൾ ഈ ഭൂമിയിൽ ഉണ്ടോ എന്ന് തന്നെ നമുക്കറിയില്ല. ഒരുപക്ഷെ ഈ മണ്ണിന്റെ ഒക്കെ ഇടയിൽ എവിടെയെങ്കിലും ഒക്കെ അദ്ദേഹവും ഉണ്ടാവാം. ഇതൊക്കെ കണ്ട് ലോകം ഇങ്ങനെ കീഴ്മേൽ മറയുന്നത് കണ്ട് അദ്ദേഹം ഉണ്ടാകാം. അല്ലെങ്കിൽ ചാലിയാറിന്റെ ഓളങ്ങളിൽ എവിടെയെങ്കിലും ഒക്കെ അദ്ദേഹം കിടപ്പുണ്ടാവാം. ഇനി അതുമല്ലെങ്കിൽ അദ്ദേഹം ജീവനോടെ ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഏതെങ്കിലും ക്യാമ്പിൽ അദ്ദേഹം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതൊരു വലിയ ഭാഗ്യമാണ്. അദ്ദേഹവും ജീവിക്കട്ടെ. അദ്ദേഹവും ഇനി നമ്മളോടൊപ്പം വളരെ സന്തോഷത്തോടുകൂടി ഇനി മുന്നോട്ട് ജീവിക്കാൻ അവർക്കെല്ലാവർക്കും സാധ്യമാവണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുള്ള പ്രവർത്തനങ്ങളിലാണ് എല്ലാവരും ഏർപ്പെടുന്നത്, നമ്മളെല്ലാവരും ഉള്ളത്. അങ്ങനെ തന്നെ ആവണമെന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ ഓരോ ടീമായി തിരിച്ചിരിക്കുകയാണ്. 4 സോണുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ആ 4 സോണുകൾക്ക് പുറമെ സന്നദ്ധ പ്രവർത്തകരെ പല ഭാഗങ്ങളിലാക്കി വിന്യസിച്ചിട്ടുണ്ട്. അവര് ഇപ്പോൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് എന്തെങ്കിലും സാഹചര്യത്തിൽ ഒരു ജീവന്റെ തുടിപ്പെന്ന് നമുക്ക് പറയാനാവില്ല ഇനിയിപ്പോ. കാരണം ഇന്നലത്തെ അവസാനത്തെ തുടിപ്പും തേടി നമ്മൾ ഇറങ്ങി. പക്ഷെ അവിടെയും നമുക്ക് പരാജയമായിരുന്നു. ഇനി ഇപ്പോൾ അതിൽ കൂടുതൽ ഏതോ ഒരു കുട്ടിയുടെ ചോറ്റുപാത്രമാണ് അടുത്ത ദിവസം സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ആ ചോറ്റുപാത്രം റെഡിയാക്കി വെച്ചതായിരിക്കാം. പക്ഷേ സ്കൂളിലേക്ക് പോകാൻ പിന്നെ സാധിച്ചിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ഒരു കുഞ്ഞു സൈക്കിൾ. നമുക്ക് പലപ്പോഴും ഈ കുട്ടികളെ സംബന്ധിച്ച് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വലിയ സങ്കടം വരികയാണ്. ഒരുപാട് സ്വപ്നങ്ങളുമായി ഒരു കുഞ്ഞു സൈക്കിള് ഓടിച്ചു നടന്നിരുന്ന ആ മകന്റെ ആ മകളുടെ ആ കുഞ്ഞിന്റെ മുഖമൊക്കെ നമ്മൾ ഓർത്തു പോവുകയാണ്. അങ്ങനെ ഈ ദുരന്തം ബാക്കി വെക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. എല്ലാ മേഖലകളിലും ദുരന്തം ബാക്കി വെക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. പക്ഷെ ഇത്രയും വലിയൊരു ദുരന്തം പക്ഷേ മാധ്യമ പ്രവർത്തന ജീവിതത്തിലും നമ്മുടെയൊന്നും കൺമുന്നിൽ ഉണ്ടായിട്ടുണ്ടാവില്ല എനിക്ക് തോന്നുന്നു. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് മുണ്ടക്കൈയിൽ നിന്നുള്ള മുണ്ടക്കൈ ഗവൺമെന്റ് LP സ്കൂളിന്റെ സൈഡിലൂടെയുള്ള ദൃശ്യങ്ങളാണ്. പുഴ കുറച്ചപ്പുറത്തുകൂടെ ഒരു ചെറിയൊരു പുഴ ശാന്തമായി ഒഴുകിയിരുന്നു. ആ പുഴയോട് ഒരു 10-200 മീറ്റർ അകലത്തിലായിട്ട് സ്കൂളും നിലനിന്നിരുന്നു. ആ പുഴ ഇങ്ങനെ ഇത്ര ഭീകരമായി ഭാരതപ്പുഴ പോലെ വീതിയിലേക്ക് മാറുമെന്നോ അതല്ലെങ്കിൽ സ്കൂളിന്റെ ഒരു ഭാഗം തന്നെ പുഴ കവർന്നെടുത്ത് എല്ലാ സ്വപ്നങ്ങളും കവർന്നെടുത്ത് പോകുമെന്നോ എന്നും ആരും കരുതിയിട്ടുണ്ടാവില്ല. പുഴയ്ക്കപ്പുറത്തുള്ള കുറച്ച് ഉയരത്തിലായിരിക്കുന്ന വീടുകളൊക്കെ കാണാം. ആ വീടുകളും പൂർണ്ണമായി അതൊക്കെ ആ വീടുകളുടെ വാതിലൊക്കെ തുറന്നു കിടക്കുകയാണ്. അവരൊക്കെ ഒന്നുകിൽ ഈ മലയുടെ മുകളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടാവാം. അല്ലെങ്കിൽ അവരും ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചാലിയാറിന്റെ ഓളങ്ങളിലോ അല്ലെങ്കിൽ ഈ മൺകൂനകൾക്ക് കീഴിലോ ഒക്കെ ഉണ്ടാവാം. ഏതായാലും ഇന്നത്തെ രക്ഷാപ്രവർത്തനം അത് വളരെ കുറച്ചുകൂടെ കൃത്യതയോടുകൂടിയാണ് ഇന്ന് രക്ഷാപ്രവർത്തനം. കാരണം പാലമൊക്കെ ഇന്നലെ പിന്നെ പാലം ആദ്യമായി പാലത്തിലൂടെ യാത്ര സാധ്യമായതിനു ശേഷം വളരെ പെട്ടെന്ന് തന്നെ രാവിലെ ഒരു ഹിറ്റാച്ചികളൊക്കെ ആയി എല്ലാ ഭാഗത്തും മാന്തുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമായിരുന്നു. പക്ഷേ അതിനുശേഷം ഇന്നലെ വൈകുന്നേരത്തോടെ ഇവിടെ റവന്യൂ സംഘത്തിന്റെ നേതൃത്വത്തിലൊക്കെ ഒരു പ്രത്യേക പരിശോധനയൊക്കെ നടത്തി സോണുകളാക്കി തിരിച്ച് പരിശോധിക്കാനുള്ള ഒരു സംവിധാനമൊക്കെ ചെയ്തു. ഒരു മൊബൈൽ ഫോൺ ആണെന്ന് തോന്നുന്നു, സിം കാർഡ് അടക്കമുള്ള ഒരു മൊബൈൽ ഫോൺ. ഇതൊക്കെ ആരോ ഒരുപാട് കാലം ഉപയോഗിച്ചതായിരിക്കാം. അതൊക്കെ ഇപ്പോൾ ഇങ്ങനെ ബാക്കിയായി മാറുകയാണ്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ഇപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇന്ന് ഇപ്പോൾ നടക്കുന്നത്. ഇന്നിപ്പോ പ്രത്യേകിച്ചും എന്തോ നമുക്ക് പറയേണ്ടത് ഈ സന്നദ്ധ പ്രവർത്തകരെ പല ഭാഗങ്ങളിലായി, അതായത് കുറച്ച് വലിയൊരു ഏരിയയാണ്. നമ്മളിപ്പോൾ പുഞ്ചിരിമട്ടം, അതുപോലെ തന്നെ മുണ്ടക്കൈ, അതുപോലെ തന്നെ അട്ടമല ഭാഗത്ത് നമ്മൾ ആദ്യമൊക്കെ പ്രതീക്ഷിച്ചിരുന്നു വലിയ രീതിയിലുള്ള പ്രശ്നം ഉണ്ടാകുന്നു. പക്ഷെ അട്ടമല ഭാഗത്ത് അവിടെയുള്ള വീടുകളൊക്കെ സേഫാണ്. അവിടെയുള്ള ആളുകളൊക്കെ മാറ്റി പാർപ്പിച്ചു. അവിടെ അത്ര വലിയൊരു പ്രശ്നം നിലവിലില്ല. പിന്നെ വരുന്നത് ഇപ്പൊ നമുക്ക്
മറ്റുള്ള പ്രദേശങ്ങൾ, ആ പ്രദേശങ്ങളൊക്കെ തന്നെ നമ്മൾ ഓരോരോ പേരിട്ട് വിളിക്കുന്ന സ്ഥലങ്ങളാണെങ്കിലും ഒരു വൈഡ് ഏരിയയാണ്. അപ്പൊ എല്ലാ ഭാഗത്തേക്കും നമ്മൾ ഇന്നലെയൊക്കെ പോയ മാതിരി തോന്നുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരു തെരച്ചിലല്ല. ഇന്ന് കുറച്ചുകൂടെ കൃത്യതയോടുകൂടി ഓരോ പോയിന്റ് കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ നടക്കുന്നത്. അതിനുവേണ്ടി ഈ സന്നദ്ധ പ്രവർത്തകരെ എല്ലാ ഭാഗത്തും വിന്യസിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഈ സ്കൂളിന്റെ സമീപത്ത് കുറെ സന്നദ്ധ പ്രവർത്തകരെ കാണുന്നുണ്ട്. ഇവരോട് പറഞ്ഞിരിക്കുന്നത് ഈ സ്കൂൾ പരിസരങ്ങളിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും എല്ലാ ഭാഗത്തും നോക്കുക. എന്തെങ്കിലും ഒരു മൃതദേഹത്തിന്റെയോ മറ്റോ സാന്നിധ്യം കാണുകയാണെങ്കിൽ നിങ്ങൾ അറിയിക്കുക. അപ്പോൾ ഹിറ്റാച്ചി അവിടെ ഇറക്കിക്കൊണ്ട് അവിടെ തെരച്ചിൽ നടത്തുക. ആ ഒരു രീതിയാണ് ഇപ്പൊ തുടർന്നത്. അതെനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഉപകാരപ്രദമാകും. കാരണം അങ്ങനെയാകുമ്പോൾ മൊത്തത്തിൽ JCB മാന്തുന്നതിന് പകരം ഓരോരോ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഈ രക്ഷാപ്രവർത്തകരുടെ നിർദ്ദേശമനുസരിച്ച് JCB ഒക്കെ അങ്ങോട്ട് ഇറക്കി, സൈന്യത്തെ അങ്ങോട്ട് ഇറക്കി അവിടെ തെരച്ചിൽ നടത്തുക എന്നുള്ള ഒരു രീതിയാണ് ഇന്നിപ്പോ തുടരുന്നത്. അതിനുള്ള പ്രവർത്തനങ്ങൾ ഷബീർ എന്തായാലും ഷബീർ തുടരുക. മുണ്ടക്കൈ ഭാഗത്താണ് ഷബീർ ഉള്ളത്. അവിടെ ഒരു പിഞ്ച് കുഞ്ഞുങ്ങൾ പഠിച്ചിരുന്ന സ്കൂളുണ്ട്. ആ സ്കൂളിനോട് ചേർന്ന് ഉള്ള സ്ഥലത്താണ് ഷബീർ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു ചോറ്റുപാത്രം നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോകാൻ വേണ്ടി വന്നതോ അല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് പോയതുമാകാം. ഒരു കുരുന്നിൻ്റെ കളിപ്പാട്ടം സൈക്കിൾ കണ്ടു. ഇതൊക്കെ എങ്ങനെയാണ് വിവരിക്കുക എന്നത് പ്രയാസകരമാണ്. ഇതുപോലുള്ള സങ്കട കാഴ്ചകൾ, അതിൻ്റെ ശേഷിപ്പുകൾ ആ ബൈക്കിൻ്റെ ഉടമസ്ഥൻ അവിടെ ഉണ്ടോ എന്ന് അറിയില്ല. അതിനോട് ചേർന്ന് മറ്റൊരു ചോറ്റുപാത്രം നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ എത്രമാത്രം സങ്കടകരമായിട്ടുള്ള കാഴ്ചകളാണ് മുണ്ടക്കൈയിലുള്ളത് എന്നുള്ളത് പറഞ്ഞറിയിക്കുക പ്രയാസകരമാണ്. ദുരന്തത്തിൻ്റെ കാഴ്ചകൾ അത് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു വയനാട്ടിൽ.